ഹലോ ഫ്രണ്ട്സ്, പെറ്റ്സ് ആൻഡ് അക്വാറ്റിക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്നത് ഫ്ലൈയിങ് ഡക്ക് അല്ലെങ്കിൽ മസ്കോവി. നമ്മൾ മണിത്താറാവ് എന്നൊക്കെ നമ്മളോട് വിളിക്കുന്ന ഒരു താറാവുകൾ. അവ കോഴികളെ പോലെ തന്നെ പറക്കും ചെയ്യും, അടരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ ഫ്ലൈയിങ് ഡക്ക് എന്ന് പറയും, അവരെ മണിത്താറാവ് എന്ന് പറയും. ഈ മണികൾ അവൻ്റെ ചുണ്ടിൻ്റെ തലയുടെ ഭാഗത്തായിട്ട് ഫുള്ളും മണി പോലെ ചുവപ്പ് കളറിലുള്ളതുകൊണ്ട് തന്നെ മണിത്താറാവ് എന്ന് വിളിക്കും നമ്മൾ. ഇവരെ എങ്ങനെ വളർത്താം, എങ്ങനെ പരിപാലിക്കാം, അവരുടെ ഫുഡ് രീതികൾ, ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മറ്റു താറാവുകളിൽ നിന്ന് നമ്മുടെ സാധാരണ കുട്ടനാടൻ താറാവ് അല്ലെങ്കിൽ നാടൻ താറാവുകളിൽ നിന്ന് ഇവരെ വ്യത്യസ്തമാക്കുന്നത് ഇവർ നല്ല രീതിക്ക് അടയിരിക്കും ചെയ്യും. കുഞ്ഞുങ്ങളെല്ലാം തന്നെ വിരിയിച്ചിറക്കുകയും ചെയ്യും. ഇവരെ നല്ലോണം നോക്കുകയും ചെയ്യും. പിന്നെ ഇവരിൽ ഫുഡാണെന്ന് പറഞ്ഞാലും നമുക്ക് ഭയങ്കര പച്ചക്കറി വേസ്റ്റ്, വീട്ടിൽ ഫുഡിൻ്റെ വേസ്റ്റ്, പുല്ലുകൾ, അങ്ങനെ എന്തും തന്നെ അവർ കഴിക്കും. മീൻ വേസ്റ്റ് ഒക്കെ തന്നെ അവർ കഴിക്കുന്ന ഫുഡുകളാണ്. അതുകൊണ്ട് വലിയ എക്സ്പെൻസ് ഒന്നും നോക്കാൻ വേണ്ടിയിട്ട്. ആദ്യം നമുക്ക് ഇവരെ ഏത് പ്രായത്തിൽ നമുക്ക് മേടിക്കാം എന്ന് നോക്കാം. ഇപ്പം ഞാൻ മേടിച്ചത് ചെറിയ കുഞ്ഞുങ്ങളെയാണ് മേടിച്ചത്. ഡേ ഓൾഡ് കുഞ്ഞുങ്ങളെ മേടിച്ച് ഞാൻ വലുതാക്കാൻ ചെയ്തത്. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നതൊക്കെ എൻ്റെ ഉണ്ടായ കുട്ടികളാണ്. ഞാനിവിടെ അട വെച്ച് വിരിയിപ്പിച്ച കുഞ്ഞുങ്ങളാണ്. ഇതേ പ്രായത്തിൽ ചെറിയ കുഞ്ഞുങ്ങളാണ് ഞാൻ മേടിച്ച്. ഇവരെ വലുതാക്കിയിട്ടാണ് ഞാൻ വളർത്തിയത്. ഞാനും എല്ലാവരോടും പറയാം, അതുതന്നെയാണ് ഏറ്റവും നല്ലത്. നിങ്ങൾ നല്ല പാരൻസിനെ, നല്ല ഫ്ലൈയിങ് ഡക്കുകൾ അല്ലെങ്കിൽ നല്ല മസ്കോവി ഡക്കുകളുടെ കുഞ്ഞുങ്ങളെ മേടിച്ചിട്ട് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ രീതിയിൽ ഫുഡുകൾ കൊടുത്തിട്ട് അവരെ വലുതാക്കി എന്നിട്ട് അവരെ വളർത്തിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇവരുടെ കൂടാണ് നമ്മൾ വേറൊരു പ്രധാന കാര്യം. അത്യാവശ്യം സ്പേസിലൊരു കൂട്. നിങ്ങൾ എത്ര എണ്ണത്തിനെ വളർത്തുന്നു അതിനനുസരിച്ചിട്ട് വലിപ്പം കൂടിന് വേണം. സാധാരണ താറാവുകളുടെ പോലെ കൂട് തന്നെ മതി. ആ കൂടുകളിൽ അടയിരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് താറാവുകൾക്ക് മുട്ടയിടാൻ വേണ്ടിയുള്ള പാത്രങ്ങൾ കൃത്യമായിട്ട് വെച്ച് കൊടുക്കണം. ഇപ്പോൾ ഒരു 4 ഫീമെയിൽ ഉണ്ടെങ്കിൽ ഒരു 5 പാത്രങ്ങളും അഡീഷണൽ ഒരു 1-2 പാത്രം കൂടുതൽ വെച്ച് കൊടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ കുളിക്കാൻ വേണ്ടി വെള്ളം, അല്ലെങ്കിൽ 24 hours ഇവർക്ക് വെള്ളം ആവശ്യമാണ്. അത് ഫുൾ കുളിക്കാനായിട്ടും ഇവർക്ക് വെള്ളം ആവശ്യമാണ്. അപ്പോൾ എന്തിനും ചെറിയ പടുതാക്കളോ അങ്ങനെ ചെറിയ സെറ്റപ്പുകൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. ഇനി മുട്ടയ്ക്ക് വേണ്ടി ഇവരെ വളർത്തുന്ന ആൾക്കാരോട്, സാധാരണ മറ്റു താറാവിനെ വളർത്തുന്ന പോലെ മുട്ടയ്ക്ക് വേണ്ടി വളർത്തിക്കഴിഞ്ഞാൽ അത്ര ലാഭമായ ഒരു കാര്യമല്ല. കാരണം വെച്ച് ഞാൻ പറഞ്ഞല്ലോ, നാടൻ കോഴികളെ പോലെയാണ്. ഒരു 18, 15, 18, 20 മുട്ട കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഇവർ അടയിരിക്കും. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അടുത്ത മുട്ട ഇടുള്ളൂ. അപ്പോൾ കുറേ മുട്ട വേണ്ട ആൾക്കാരാണെങ്കിൽ ഇവരെ ചൂസ് ചെയ്യുന്നതുകൊണ്ട് വലിയൊരു നല്ല അഭിപ്രായം പറയില്ല. പക്ഷേ മീറ്റ് പർപ്പസിന് നോക്കുകയാണെങ്കിലും ആൾക്കാർ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. മീറ്റ് പർപ്പസ് ആണെങ്കിലും മെയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മെയിൽ ഏകദേശം 3 കിലോയൊക്കെ അടുത്ത് വരും. മറ്റ് താറാവിനേക്കാളും വെയിറ്റ് കൂടുതൽ വയ്ക്കും. മറ്റ് താറാവുകളൊക്കെ പോലെയല്ല, ഇവർക്കത് നല്ല വെയിറ്റ് ഗെയിൻ ചെയ്യും. അതൊരു മീറ്റ് പർപ്പസ് ഭയങ്കര ഒരു കാര്യമാണ്. ഈ മുട്ടയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത്യാവശ്യം മുട്ട കിട്ടും. എന്നാലും മുട്ടത്താറാവുകൾ പോലെ തന്നെ ധാരാളം മുട്ടയൊന്നും ഇടില്ല. ഒരു ഇടക്കിടക്കൊന്ന് അടയിരിക്കും, പൊരുന്നിരിക്കുകയൊക്കെ ചെയ്യും, നാടൻ കോഴികളെ പോലെ തന്നെ. ഇതിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ വളരെ എളുപ്പമാണ്. മെയിലിന് ഇത്തിരി ഭയങ്കര സൈസായിരിക്കും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന നല്ല ചുവപ്പ് തലഭാഗത്തുള്ളതാണ് മെയിൽ, അധികം ചുവപ്പില്ലാത്തതാണ് ഫീമെയിൽ. പിന്നെ സൈസിലും കണ്ടോ, മെയിലിൽ നല്ല സൈസായിരിക്കും, ഫീമെയിൽസ് വളരെ സൈസ് കുറവായിരിക്കും. ഇത്ര ഡിഫറൻസ് തന്നെ ഉള്ളൂ. പിന്നെ ഈ സ്പൈക്കൊക്കെ ഉണ്ടാവും തലയിൽ മെയിലുകൾക്ക്, ഫീമെയിൽസിന് അങ്ങനെയൊന്നും ഉണ്ടാവില്ല. മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇതിൽ. ഒരു മെയിലിന് 4 ഫീമെയിലിന് ഇതിലൊക്കെ ഇടാൻ വേണമെങ്കിൽ 4, 5, 6 വേണമെങ്കിൽ ഇടാം, യാതൊരു കുഴപ്പമൊന്നുമില്ല. അതിൽ എല്ലാത്തിനും റിസൾട്ട് കിട്ടും. കാരണം എല്ലാതും ഒരേ സമയത്ത് മേറ്റിങ് ചെയ്യില്ല, ചിലത് അടയിരിക്കാവും. അതുകൊണ്ട് തന്നെ അറ്റ് എ ടൈം 4 ഫീമെയിൽസ് വരെ സുഖമായിട്ട് ഒരു മെയിലിൻ്റെ കൂടെ നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഒരു വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് വന്ന അസുഖങ്ങൾ. ഇപ്പം ഞാൻ ഒരു 3-4 വർഷം അടുത്തായി ഇവരെ വളർത്താൻ തുടങ്ങിയിട്ട് ഒരു അസുഖങ്ങൾ തന്നെ എനിക്ക് വന്നിട്ടില്ല ഇവരിൽ. സാധാരണ കോഴികളിൽ കണ്ടുവരുന്ന ഒരു അസുഖങ്ങൾ തന്നെ നമുക്ക് താറാവുകളിൽ കാണാറില്ല. ഇവർക്ക് പ്രത്യേകിച്ച് യാതൊരു അസുഖങ്ങളും ഇതുവരെ വന്നിട്ടില്ല.
വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബേഡ്സാണ്. അതുകൊണ്ട് യാതൊരു പേടിയും നിങ്ങൾക്ക് പേടിക്കേണ്ട. മഴയോ ചേറോ എന്ത് കൊണ്ടാലും, നല്ല വെയിലോ എന്തായാലും പ്രശ്നമില്ല. വെയിലും കാലങ്ങളാണെങ്കിൽ ഇവർ നല്ലൊരു കുളം, കുളിക്കാൻ വെള്ളം വേണം, സെറ്റപ്പ് വേണം. അപ്പോൾ ഒരു വെയിലുള്ള സമയത്ത് അതിൽ പോയി കുളിക്കും, അവർ വെയിലിനെ ചെറുക്കും. പിന്നെ കളർ വെറൈറ്റീസ്, സാധാരണ ഇവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു കളറിലാണ് സാധാരണ മസ്കോവി ഡക്കുകളെ കാണാം. പക്ഷേ ഇന്നിപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ വളരെ പല വെറൈറ്റി ഓഫ് കളേഴ്സ് അവൈലബിൾ ആണ്. ബ്രൗണും ഒരു സിൽവറും ഫുൾ ബ്ലാക്കും അങ്ങനെയൊക്കെ പറഞ്ഞാൽ പല കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. പെൻഡിൽ അവിടെ ഫുൾ വൈറ്റും ബാക്കി എല്ലാം ബ്ലാക്കും വൈറ്റും മിക്സ് ആയുള്ളവരാണ്. ഇവരുടെ കുറച്ച് വെറൈറ്റീസിനെ മേടിക്കുന്ന ആഗ്രഹമൊക്കെ ഉണ്ട് എനിക്ക്. പിന്നെ അതിലേക്ക് കുറേ പേരുള്ളതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒന്നും നോക്കാത്തതാണ്. ഇവർ കുഞ്ഞാമ്പനെ മേടിച്ചുകൊണ്ട് എനിക്ക് ഇവരോട് ഭയങ്കര ഇവരാരും കൊടുക്കാനും തോന്നണില്ല. പിന്നെ ഇവരെ കൂടാണ്ട് വേറെ അധികം മേടിച്ചു കൊണ്ടുവന്ന് അവരെ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് നമുക്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ ഒന്നിനും മേടിക്കാറ്. നമ്മളായിട്ട് നല്ലോണം ഇണങ്ങും ഇവർ, ഭയങ്കര ഫ്രണ്ട്ലിയാണ് ഇവർ, യാതൊരു പേടിയും ഉണ്ടാവില്ല നമ്മളായിട്ട്. കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ ഫുൾ വൈറ്റൊക്കെ പറഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഒരാൾക്കാർ കാണുന്നതിന് അനുസരിച്ചിട്ടാണ് എനിക്ക് ഇവരെല്ലാവരും ഭംഗിയാണ്. കാരണം ഒരു കുഞ്ഞാവുമ്പോഴേ ഞാൻ നോക്കി വളർത്തിയത് കൊണ്ട് തന്നെ എനിക്കിവരൊക്കെ നല്ല രസമാണ്. പിന്നെ ചില ആൾക്കാർക്ക് ഫുൾ വൈറ്റിനോട് പ്രത്യേക ഇഷ്ടമാണ്. കാരണം ഫുൾ വൈറ്റ് നല്ല സൈസ്, നല്ല വെയിറ്റ് തോന്നിക്കും, വെയിറ്റും ഉണ്ട്. പിന്നെ ഫെദറൊക്കെ നല്ലോണം വരുമ്പം നല്ല സൈസ് തോന്നിക്കുമ്പോൾ നല്ല ഭംഗിയാണ്. തൂവെള്ളയിൽ ഈ ചോപ്പ് ഇവരെ മുഖത്തുള്ള മണികൾ വരുമ്പോൾ കാണാൻ നല്ല രസം തന്നെയാണ് ഇവർ. ഇപ്പോൾ കുറേ പേര് വെള്ളത്താറുകൾ മാത്രം നോക്കി മേടിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി ഭക്ഷണമാണെങ്കിൽ തന്നെ ചോറും ഗോതമ്പ്, നെല്ല് കഴിക്കാത്തതായിട്ട് യാതൊന്നുമില്ല, എല്ലാതും കഴിക്കും. അതുകൊണ്ട് അടുക്കളയിലുള്ള വേസ്റ്റ് ഫുള്ള് തന്നെ ഇവർക്ക് കൊടുത്താൽ മതി, ഇവർ കാലിയാക്കിക്കോളും. ഇനി കോഴിത്തീറ്റ അങ്ങനെ ഇതിന് കൊടുക്കാൻ അതും കൊടുക്കാം, യാതൊരു കുഴപ്പമില്ല. എന്ത് ഫീഡും അവിടെ പോകും. ഇനി മീൻ വേസ്റ്റ് മേടിച്ചാൽ മീൻ വേസ്റ്റും കൊടുക്കാം, ഒക്കെ അവർ കഴിക്കും നല്ല രീതിക്ക് തന്നെ. ഇവരുടെ കൂടെ ഇട്ട് വളർത്താൻ പറ്റുന്ന ആൾക്കാരാണ് ഈ ഗൂസ്, അതുപോലെ കോഴികൾ, അവരെല്ലാം തന്നെ ഇവരെ ഒരുമിച്ച് നമുക്ക് ഇട്ട് വളർത്താവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. ഈ ഫ്ലൈയിങ് ഡക്കുകളിൽ രണ്ട് മെയിൽ, വീട്ടിലൊരു മെയിൽ വളർത്തുന്നതാണ് നല്ലത്. ഒന്നിന് കൂടുതൽ മെയിലുകളായി കഴിഞ്ഞാൽ പിന്നെ ഇത്തിരി പ്രശ്നമാണ്, ചിലപ്പോൾ തല്ലുകൂടാനൊക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ഒരു മെയിൽ മാത്രം നിങ്ങൾ നിർത്തുന്നതാണ് നല്ലത്. പിന്നെ വാക്സിനേഷനൊക്കെ എടുത്തുകൊണ്ട് നല്ല കാര്യങ്ങളാണ്, വാക്സിൻ എടുക്കാം. അപ്പോൾ എൻ്റെ നിന്ന് വാക്സിൻ എടുത്തിട്ടില്ല ഞാൻ, പക്ഷേ എടുക്കുന്നതാണ് നല്ലത്. ഒരു മുൻകരുതലായിട്ട് എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഞാനിപ്പോൾ ഈ വർഷം മുതൽ ഇനി എടുക്കണം വിചാരിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ പണ്ട് ചെറുകുട്ടിയാകുമ്പോൾ ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ യാതൊരു അസുഖങ്ങളും പക്ഷേ വന്നിട്ടില്ല. പക്ഷെ നമുക്ക് എടുക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഞാൻ ആ സമയത്ത് വിട്ടതാണ്, ഇനിയിപ്പോൾ ഈ വർഷം മുതൽ എടുത്ത് തുടങ്ങണം എനിക്ക്. പിന്നെ ചെടികൾ, ഇവർക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവരത് കൊത്തിയെടുക്കും. അപ്പോൾ എൻ്റെ വീട്ടിൽ കുറേ ചെടികളുണ്ട്. പക്ഷേ വാഴ അപ്പോൾ ചെറിയ തൈകൾ നിങ്ങൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അതൊക്കെ വേഗം തിന്ന് തീർക്കും ഇവർ. വാഴയില നല്ല ഇഷ്ടമാണ്, അത് കുറഞ്ഞാൽ സ്ഥിരം വെട്ടി കൊടുക്കും. വാഴയില അവർ നല്ലോണം കഴിക്കും. ചെറിയ വാഴത്തൈയൊക്കെ ഉണ്ട്, അതൊക്കെ നശിപ്പിച്ചെടുക്കും ചിലപ്പോൾ അവർ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും നോക്കണം. അല്ലെങ്കിൽ നല്ല ചെടികൾ, വേറെ ടൈപ്പ് ചെടികൾ, ഇവർക്ക് ഇഷ്ടപ്പെടുന്ന ഇലകളുള്ള ചില ചെടികൾ ഇവർ നല്ലോണം തിന്നും. ചില ചെടികളാണെങ്കിൽ തിന്നില്ല, വലിയ കുഴപ്പമൊന്നുമില്ല, അവർ ആ മൈൻഡ് ചെയ്യില്ല. എന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ചെടികളാണെങ്കിൽ നല്ലോണം തന്നെ അത് കഴിക്കും. ഇനി ഇതിനെ മേടിച്ച് ബ്രീഡ് ചെയ്യിച്ച് കുഞ്ഞുങ്ങളെ വിൽക്കണം എന്ന രീതിയിൽ ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വരുമാനം തന്നെയാണ്. സാധാരണ താറാവുകൾ നിങ്ങൾക്ക് വളർത്തുന്ന അതേ ചിലവിനാണ് ഇവർക്കും വരുന്നത്. സാധാരണ താറാക്കുട്ടികൾക്ക് നമുക്കൊരു 45 രൂപ, 65, 75 രൂപ കിട്ടുമ്പോൾ ഇവർക്ക് നമുക്ക് 100 രൂപ, 120 രൂപ, 150 രൂപ വരെ മേടിക്കാം. ഇനി ഇവയിൽ തന്നെ നല്ല, ഞാൻ പറഞ്ഞല്ലോ, നല്ല വെറൈറ്റി കളേഴ്സ് വരുന്നുണ്ട്. കുറച്ചുകൂടി നല്ല ബ്രീഡ്, കുറച്ചുകൂടി കളർ വെറൈറ്റീസ്, അതിനൊക്കെ നല്ല റേറ്റ് കൂടും. ഇപ്പോൾ 5000, 7000, 8 രൂപ അങ്ങനെയൊക്കെ റേറ്റ് പോകുന്ന പല കളേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ തന്നെ മേടിക്കാൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരുമാനം കിട്ടും. പക്ഷേ അതൊക്കെ സെയിൽ ചെയ്യാനുള്ള ആൾക്കാർ കൂടിയും, സെയിൽ ചെയ്യാനുള്ള ഒരു കഴിവ് കൂടി നമുക്ക് വേണം, ഫസ്റ്റ് കാര്യം. പക്ഷേ നോർമൽ ഫ്ലൈയിങ് ഡക്കിലാണെങ്കിൽ 100 രൂപയ്ക്ക് കൊടുക്കാൻ വളരെ എളുപ്പത്തിൽ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഗ്രൂപ്പുകൾ വഴിയും അല്ലാണ്ട് ആൾക്കാർ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളൊന്ന് മേടിക്കുന്നതാണ്. വലിയ കുഴപ്പം 120 രൂപ ലെവൽ റേഞ്ചിൽ നമുക്ക് കുഞ്ഞുങ്ങളെയും കൊടുക്കാവുന്നതാണ്, നല്ലൊരു വരുമാനം ആണ്. ഇനി വലിയ ബ്രീഡിംഗ് പേഴ്സിൻ്റെ റേറ്റ് എന്ന് പറയുമ്പം സാധാരണ മസ്കോവി ഡക്കിന് ഒരു മെയിലിനും ഫീമെയിലിനും പെയറിന് ഒരു 1500 രൂപ ആ റേഞ്ചൊക്കെയാണ് നോർമലി ആവറേജ് റേറ്റ്. അതിൽ ചിലപ്പോൾ കൂടാം, ചിലപ്പോൾ കുറയാം, ഒരാൾക്കാർക്ക് അനുസരിച്ചിട്ട്. ഒരു ആവറേജ് റേറ്റ് എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ് പെയറിന് വരുന്നത്. കുട്ടികൾക്കാണെങ്കിലും ഡേ ഓൾഡാണ് 100, 120 ആവറേജ്. അങ്ങനെ മറ്റേനൊക്കെ തന്നെ പ്രായം കൂടുന്നതും ചെറിയ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്, ഞാൻ റിപ്ലൈ തരാം. ഒരു ഇതെല്ലാം ഞാൻ കവർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത കുറച്ച് വീഡിയോസിന് കുറച്ചുകൂടി അതുപോലെ പല വെറൈറ്റീസിനെ ഞാൻ കുറച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.